നല്ലൊരു തണ്ണിമത്തനാണ്. പക്ഷേ അതിൻ്റെ ഉൾഭാഗം കണ്ടോ, വിളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, ഇതിനി എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ബാക്കി പകുതി ഭാഗത്തിൻ്റെയാണ്. ഇതിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ ഉൾവശം ചിരണ്ടി എടുത്ത് ശകലം നാരങ്ങാനീരും സ്ഥലം കൂടിയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുത്തു. ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കപ്പയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക കൊണ്ട് വെക്കുന്ന തോരനുണ്ടല്ലോ, അപ്പോൾ അതേപോലെ നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം കുമ്പളങ്ങ തോരനൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു തോരൻ വെക്കുമ്പോൾ. ഇത് നമ്മൾ ഇന്നലെ വിളവെടുത്ത തണ്ണിമത്തനാണ്. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഒട്ടും വിളഞ്ഞിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇത് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ തണ്ണിമത്തൻ വിളവെടുക്കുന്ന ഉടനെ അറിയാൻ പറ്റുന്നില്ല വിളഞ്ഞത് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ കറുത്ത തൊലിയുണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് ചെത്തിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത തൊലി ശകലം കൂടെ കട്ടി വരും. അത് വേണമെങ്കിൽ നമുക്ക് ചിരണ്ടി കളയാം, പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇതിൻ്റെ ആ സൈഡിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കുമ്പളങ്ങയൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ, അപ്പോൾ അത്രയും മധുരമില്ലാത്ത ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട്, ഞാൻ കട്ട് ചെയ്തെടുത്തത് ചോപ്പറിനകത്താണ്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്തതേ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ചുമപ്പ് ഭാഗങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മധുരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത്, ഇപ്പോൾ ഇതിന് ശകലം വെള്ളമയം ഉണ്ട്, അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കടുവ് പൊട്ടിച്ച ശേഷം കഴുകി വെച്ചിരുന്ന ശകലം അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കപ്പയ്ക്കകത്തോരം വെക്കുന്നതിന് ഇടയ്ക്ക് ഈ കടുവ് വറക്കുന്നതിൻ്റെ കൂടെ ശകലം അരി ഇട്ട് കൊടുക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഈ അരി കൂടെ ചേർക്കുന്നത്. കൊച്ചുള്ളിയും ഉണക്കമുളകും ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല, ഉണക്കമുളകും കൂടാണ് ചേർക്കുന്നത്. എടുത്ത് വെച്ചിട്ട് ചേർക്കാൻ മറന്നുപോയതാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ണിമത്തന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം മതി. അപ്പോൾ ഞാൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ശകലം ഉപ്പ് ചേർത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വെള്ളം അതിനകത്ത് നമുക്ക് കാണാം. അതിനുശേഷം ആ സൈഡ് ഒതുക്കിയിട്ട് നമുക്ക് കുറച്ച് അരപ്പ് അതിനകത്തോട്ട്, അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ തണ്ണിമത്തന് തോരൻ റെഡിയായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, ഈ തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. തണ്ണിമത്തൻ നന്നായിട്ട് കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഇരിക്കും, നല്ല തോരനായിട്ട് തന്നെ ഇരിക്കും ഇത്.